Hello friends, welcome to Malayali Medicos. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അനസ്റ്റമോസിസ് അറൗണ്ട് സ്കാപ്പുല എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. യൂണിവേഴ്സിറ്റി എക്സാമിന് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് നോട്ടാണിത്. സബ്ക്ലേവിയൻ ആർട്ടറിയുടെ ഫസ്റ്റ് പാർട്ടിൻ്റെയും ആക്സിലറി ആർട്ടറിയുടെ തേർഡ് പാർട്ടിൻ്റെയും ബ്രാഞ്ചസ് ആണ് സ്കാപ്പുലാർ അനസ്റ്റമോസിസ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ അനസ്റ്റമോസിസ് അറൗണ്ട് സ്കാപ്പുല നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സബ്ക്ലേവിയൻ ആർട്ടറിയുടെയും ആക്സിലറി ആർട്ടറിയുടെയും ഒരു ഓവർവ്യൂ ആവശ്യമാണ്. ആർച്ച് ഓഫ് അയോർട്ടയിൽ നിന്ന് വരുന്ന 3 ബ്രാഞ്ചസ് ആണുള്ളത്. ലെഫ്റ്റ് സബ്ക്ലേവിയൻ ആർട്ടറി, ലെഫ്റ്റ് കോമൺ കരോട്ടിഡ് ആർട്ടറി, ബ്രേക്കിയോസെഫാലിക് ട്രങ്ക്. ഈ ബ്രേക്കിയോസെഫാലിക് ട്രങ്കിൽ നിന്ന് വരുന്ന ഒരു ബ്രാഞ്ചാണ് ഈ റൈറ്റ് സബ്ക്ലേവിയൻ ആർട്ടറി. The left subclavian artery arises from the arch of aorta. The right subclavian artery arises from brachiocephalic trunk. സബ്ക്ലേവിയൻ ആർട്ടറി ഇതിൻ്റെ ഒറിജിൻ മുതൽ ഫസ്റ്റ് റിബിൻ്റെ ഔട്ടർ ബോർഡർ വരെയാണ് ഓടുന്നത്. ഫസ്റ്റ് റിബിൻ്റെ ഔട്ടർ ബോർഡറിൽ വെച്ച് സബ്ക്ലേവിയൻ ആർട്ടറി ആക്സിലറി ആർട്ടറി ആയിട്ട് മാറുകയാണ്. ഈ ആക്സിലറി ആർട്ടറി ഫസ്റ്റ് റിബിൻ്റെ ഔട്ടർ ബോർഡർ മുതൽ ടീരീസ് മേജർ മസിലിൻ്റെ ലോവർ ബോർഡർ വരെ ഓടുന്നുണ്ട്. ടീരീസ് മേജർ മസിലിൻ്റെ ലോവർ ബോർഡറിൽ വെച്ച് ആക്സിലറി ആർട്ടറി ബ്രേക്കിയൽ ആർട്ടറി ആവും. ഈ ബ്രേക്കിയൽ ആർട്ടറി ഫോറാമിൽ നെക്ക് ഓഫ് റേഡിയസ് വരെ കണ്ടിന്യൂ ചെയ്യും. നെക്ക് ഓഫ് റേഡിയസിൻ്റെ അവിടെ വെച്ച് ബ്രേക്കിയൽ ആർട്ടറി അൾനാർ ആർട്ടറിയും റേഡിയൽ ആർട്ടറിയുമായിട്ട് ഡിവൈഡ് ചെയ്യും. At the outer border of first rib, the subclavian artery continues as the axillary artery. Lower border of teres major, axillary artery continues as brachial artery. ഇനി നമുക്ക് സബ്ക്ലേവിയൻ ആർട്ടറിനെ കുറിച്ച് കുറച്ച് പഠിക്കാം. ഈ ഫിഗറിലേക്ക് നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ സബ്ക്ലേവിയൻ ആർട്ടറിയുടെ ഫ്രണ്ടിൽ കൂടെ ഒരു മസിൽ പോകുന്നുണ്ട്. ഈ മസിലാണ് സ്കെലീനസ് ആൻറ്റീരിയർ മസിലാണിത്. ഈ സ്കെലീനസ് ആൻറ്റീരിയർ മസിൽ സബ്ക്ലേവിയൻ ആർട്ടറിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സബ്ക്ലേവിയൻ ആർട്ടറിയുടെ ഒറിജിൻ മുതൽ മീഡിയൽ ബോർഡർ ഓഫ് സ്കെലീനസ് ആൻറ്റീരിയർ വരെ പോകുന്നതാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ സ്കെലീനസ് ആൻറ്റീരിയർ മസിലിൻ്റെ പുറകിൽ പോകുന്ന പാർട്ടാണ്. തേർഡ് പാർട്ട് ലാറ്ററൽ ബോർഡർ ഓഫ് സ്കെലീനസ് ആൻറ്റീരിയർ മുതൽ ഔട്ടർ ബോർഡർ ഓഫ് ഫസ്റ്റ് റിബ് വരെ പോകുന്ന പാർട്ടാണ്. ഈ ഫസ്റ്റ് പാർട്ടിൽ നിന്നും 3 ബ്രാഞ്ചസും സെക്കൻഡും തേർഡും പാർട്ടിൽ നിന്നും ഓരോ ബ്രാഞ്ചസ് വീതമാണ് ഉണ്ടാകുന്നത്. സ്കാപ്പുലാർ അനസ്റ്റമോസിസ് പഠിക്കാൻ നമുക്ക് ആവശ്യം ഫസ്റ്റ് പാർട്ട് ഓഫ് സബ്ക്ലേവിയൻ ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ്. അതുകൊണ്ട് അത് മാത്രം നമുക്കൊന്ന് എലാബറേറ്റ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് ഓഫ് സബ്ക്ലേവിയൻ ആർട്ടറി എന്ന് വരുന്നത് വെർട്ടിബ്രൽ ആർട്ടറി, തൈറോ സെർവൈക്കൽ ട്രങ്ക്, ഇന്റേണൽ തൊറാസിക് ആർട്ടറി എന്ന് പറയുന്ന 3 ബ്രാഞ്ചസ് ആണ്. ഈ ഫിഗറിലേക്ക് നോക്കിയാൽ ഇത് വെർട്ടിബ്രൽ ആർട്ടറി, ഇത് ഇന്റേണൽ തൊറാസിക് ആർട്ടറി ആൻഡ് ഇത് തൈറോ സെർവൈക്കൽ ട്രങ്ക്. ഈ തൈറോ സെർവൈക്കൽ ട്രങ്ക് വീണ്ടും 3 ബ്രാഞ്ചസ് തരുന്നുണ്ട്. ഇൻഫീരിയർ തൈറോയിഡ് ആർട്ടറി, ട്രാൻസ്വേഴ്സ് സെർവൈക്കൽ ആർട്ടറി, സുപ്രാസ്കാപ്പുലാർ ആർട്ടറി. ഇനി നമുക്ക് ആക്സിലറി ആർട്ടറിയും കൂടെ നോക്കാം. ആക്സിലറി ആർട്ടറിയുടെ ഒറിജിൻ ഔട്ടർ ബോർഡർ ഓഫ് ഫസ്റ്റ് റിബിൽ നിന്നും ടെർമിനേഷൻ ലോവർ ബോർഡർ ഓഫ് ടീരീസ് മേജർ വരെയുമാണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഈ ഫിഗറിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം ആക്സിലറി ആർട്ടറിയുടെ മുകളിലൂടെ വീണ്ടും ഒരു മസിൽ പോകുന്നുണ്ടെന്ന്. ഈ മസിലാണ് പെക്ടോറാലിസ് മൈനർ മസിൽ. ഈ പെക്ടോറാലിസ് മൈനർ മസിൽ ആക്സിലറി ആർട്ടറിയെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്. പെക്ടോറാലിസ് മൈനറിൻ്റെ മുകളിലുള്ള പാർട്ട് ഫസ്റ്റ് പാർട്ടും അതിൻ്റെ പിന്നിൽ പോകുന്ന പാർട്ട് സെക്കൻഡ് പാർട്ടും അതിൻ്റെ താഴെ പോകുന്ന പാർട്ട് തേർഡ് പാർട്ടുമായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ആക്സിലറി ആർട്ടറി മൊത്തം 6 ബ്രാഞ്ചസ് തരുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ നിന്ന് 1 ബ്രാഞ്ചും സെക്കൻഡ് പാർട്ടിൽ നിന്ന് 2 ബ്രാഞ്ചും തേർഡ് പാർട്ടിൽ നിന്ന് 3 ബ്രാഞ്ചും. ഇത് ബ്രാഞ്ചസ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് വീണ്ടും ആക്സിലറി ആർട്ടറിയുടെ പടം ഒന്നുകൂടി എടുക്കാം. ഫസ്റ്റ് പാർട്ട്, അതായത് ഇവിടുന്ന് വരുന്ന ഒരു ബ്രാഞ്ചാണ് സുപ്പീരിയർ തൊറാസിക് ആർട്ടറി. ഇത് സുപ്പീരിയർ തൊറാസിക് ആർട്ടറി. സെക്കൻഡ് പാർട്ടിൽ നിന്നും 2 ബ്രാഞ്ചസ് വരുന്നുണ്ട്. തൊറക്കോ അക്രോമിയൽ ആർട്ടറിയും ലാറ്ററൽ തൊറാസിക് ആർട്ടറിയും. തേർഡ് പാർട്ടിൽ നിന്നും 3 ബ്രാഞ്ചസ് വരുന്നുണ്ട്. പോസ്റ്റീരിയർ സർക്കംഫ്ലെക്സ് ആർട്ടറി, ആൻറ്റീരിയർ സർക്കംഫ്ലെക്സ് ആർട്ടറി, പിന്നെ സബ്സ്കാപ്പുലാർ ആർട്ടറി. സബ്സ്കാപ്പുലാർ ആർട്ടറിയിൽ നിന്നും വരുന്ന ഒരു വലിയ ബ്രാഞ്ചാണ് ഈ സർക്കംഫ്ലെക്സ് സ്കാപ്പുലാർ ആർട്ടറി എന്ന് പറയുന്നത്. Branches from first part of axillary artery, superior thoracic artery, from the second part of axillary artery, thoracoacromial artery and lateral thoracic artery.
Thoracoacromial artery breaks into 4 branches: pectoral branch, deltoid branch, acromial branch, and clavicular branch. From the third part of axillary artery, subscapular artery, anterior circumflex artery, posterior circumflex artery. Circumflex scapular artery is a branch of subscapular artery. ഇനി അനസ്റ്റമോസിസ് അറൗണ്ട് സ്കാപ്പുല, അത് മെയിനായിട്ട് 2 സൈറ്റിലാണ് ഉണ്ടാകുന്നത്. ബോഡി ഓഫ് സ്കാപ്പുലയിലും പിന്നെ അക്രോമിയോൺ പ്രോസസ്സിലുമാണ് ഉണ്ടാകുന്നത്. ബോഡി ഓഫ് സ്കാപ്പുലയിൽ 3 ആർട്ടറീസ് തമ്മിൽ അനസ്റ്റമോസിസ് നടക്കുന്നുണ്ട്. സുപ്രാസ്കാപ്പുലാർ ആർട്ടറി, ഇവിടെ സുപ്രാസ്കാപ്പുലാർ ആർട്ടറി ഫസ്റ്റ് പാർട്ട് ഓഫ് സബ്ക്ലേവിയൻ ആർട്ടറി എന്നുള്ള ഒരു ബ്രാഞ്ചായിരുന്നു തൈറോസെർവൈക്കൽ ട്രങ്ക്. തൈറോസെർവൈക്കൽ ട്രങ്കിൽ നിന്ന് വരുന്ന 3 ബ്രാഞ്ചസിലൊന്നായിരുന്നു സുപ്രാസ്കാപ്പുലാർ ആർട്ടറി. അടുത്തത് സർക്കംഫ്ലെക്സ് സ്കാപ്പുലാർ ആർട്ടറി. ഇത് സർക്കംഫ്ലെക്സ് സ്കാപ്പുലാർ ആർട്ടറി എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ട് ഓഫ് ആക്സിലറി ആർട്ടറി എന്ന് വരുന്ന സബ്സ്കാപ്പുലാർ ആർട്ടറിയുടെ ഒരു വലിയ ബ്രാഞ്ച് എന്ന് പറഞ്ഞതായിരുന്നു സർക്കംഫ്ലെക്സ് സ്കാപ്പുലാർ ആർട്ടറി. ഇനി തൈറോസെർവൈക്കൽ ട്രങ്കിൽ നിന്ന് തന്നെ വരുന്ന ഡീപ് ബ്രാഞ്ച് ഓഫ് ട്രാൻസ്വേഴ്സ് സെർവൈക്കൽ ആർട്ടറി ഉണ്ട്. ഈ ട്രാൻസ്വേഴ്സ് സെർവൈക്കൽ ആർട്ടറിൻ്റെ ഡീപ് ബ്രാഞ്ചസ് അതും അനാസ്റ്റമോസിസിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അക്രോമിയൻ പ്രോസസ്സിൻ്റെ അതിലും 3 ആർട്ടറീസ് തമ്മിലാണ് അനസ്റ്റമോസിസ് ചെയ്യുന്നത്. തൊറക്കോ അക്രോമിയൽ ആർട്ടറിയുടെ അക്രോമിയൽ ബ്രാഞ്ചും സുപ്രാസ്കാപ്പുലാർ ആർട്ടറിയുടെ അക്രോമിയൽ ബ്രാഞ്ചും പോസ്റ്റീരിയർ സർക്കംഫ്ലെക്സ് ഹ്യൂമറൽ ആർട്ടറിയുടെ അക്രോമിയൽ ബ്രാഞ്ചും തമ്മിലാണ്. തൊറക്കോ അക്രോമിയൽ ആർട്ടറി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ട് ഓഫ് ആക്സിലറി ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചായിരുന്നു. പോസ്റ്റീരിയർ സർക്കംഫ്ലെക്സ് ഹ്യൂമറൽ ആർട്ടറി എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ട് ഓഫ് ആക്സിലറി ആർട്ടറിയുടെ ബ്രാഞ്ചായിരുന്നു. ഇനി തൈറോസെർവൈക്കൽ ട്രങ്കിൻ്റെ ഒരു ബ്രാഞ്ചായിരുന്നു സുപ്രാസ്കാപ്പുലാർ ആർട്ടറി. സ്കാപ്പുലാർ അനസ്റ്റമോസിസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ അപ്ലൈഡ് അനാറ്റമി നോക്കാം. അപ്ലൈഡ് അനാറ്റമി: കൊളാട്രൽ സർക്കുലേഷൻ ത്രൂ സ്കാപ്പുലാർ അനസ്റ്റമോസിസ്. If the subclavian and axillary arteries are blocked anywhere between the first part of subclavian artery and third part of axillary artery, the scapular anastomosis provides collateral circulation between first part of subclavian artery and third part of axillary artery. This ensures adequate circulation to the upper limb. അതായത് നമ്മളിപ്പോൾ റോഡിൽ കൂടെ കാർ ഓടിക്കുകയാണ്. ആ റൂട്ടിൽ ഒരു ബ്ലോക്ക് വന്നാൽ പോലീസുകാരൊക്കെ വഴി തിരിച്ച് വേറെ വഴി കൂടെ വിടത്തില്ലേ? അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഫ്ലോയ്ക്ക് ബ്ലോക്ക് വരുമ്പോൾ ബ്ലഡിനെ വഴിതിരിച്ച് വിടാൻ ഉണ്ടാക്കിയേക്കുന്ന ചില എക്സ്ട്രാ റോഡുകളാണ് ഈ അനസ്റ്റമോസിസ്. അപ്പം ഫസ്റ്റ് പാർട്ട് ഓഫ് സബ്ക്ലേവിയൻ ആർട്ടറിക്കും തേർഡ് പാർട്ട് ഓഫ് ആക്സിലറി ആർട്ടറിയുടെ നടുക്ക് എവിടെ ബ്ലോക്ക് വന്നാലും നമ്മുടെ കൈക്കുള്ള ബ്ലഡ് സപ്ലൈക്ക് കുറവൊന്നും വരാത്ത രീതിയിൽ ഈ ബ്ലഡ് ഫ്ലോയിനെ വേറെ വഴിയിലൂടെ വഴിതിരിച്ച് വിടാൻ വേണ്ടി ഈ സ്കാപ്പുലാർ അനസ്റ്റമോസിസ് സഹായിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അനസ്റ്റമോസിസ് അറൗണ്ട് സ്കാപ്പുലയെക്കുറിച്ച് പറയാനുള്ളത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് യൂണിവേഴ്സിറ്റി എക്സാം ഷോർട്ട് നോട്ടാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കി പഠിക്കാവുന്ന ഒരു കൊച്ചു ടോപ്പിക്കാണിത്. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.